നമസ്കാരം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു യൂട്യൂബ് ഫാമിലി. അവരുടെ ചാനലിൽ അവർ ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഡെയിലി വ്ളോഗും ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, 2 ആൺമക്കൾ. അപ്പോൾ ഈ 2 ആൺമക്കളിൽ മൂത്തവനാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. ചാനൽ തുടങ്ങിയ സമയത്ത് ഈ 2 പേരുടെയും ഡാൻസ് വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്യുന്നത്. അനിയനും ചേട്ടനും വളരെ സന്തോഷത്തോടു കൂടി ഒത്തൊരുമയോടു കൂടി ഡാൻസ് കളിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവർക്ക് അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി, വ്യൂസ് കൂടാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിയതോട് കൂടിയിട്ട് പിന്നീട് ഇവരുടെ വീഡിയോസ് ചെറുതായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങി. ഡാൻസ് വീഡിയോസ് മാത്രമല്ല പിന്നെ അപ്ലോഡ് ചെയ്യുന്നത്, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പതുക്കെ പതുക്കെ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈ മൂത്ത മകൻ്റെ കല്യാണം നടക്കുന്നു. കല്യാണം കഴിഞ്ഞും ഇതേ പാറ്റേൺ തന്നെയാണ്. കുറച്ചും കൂടി വ്യൂസ് കിട്ടി, കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ആയി, വളരെ സ്നേഹത്തോടു കൂടി ഒത്തൊരുമയോട് കൂടിയിട്ട് പോകുന്ന ഒരു കുടുംബം. എല്ലാവർക്കും ആ കുടുംബത്തെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ്. അവർക്ക് വരുന്ന കമൻസും പോസിറ്റീവായിട്ടുള്ള സ്നേഹത്തോടെയുള്ള കമൻസുകളാണ് അവർക്ക് കിട്ടുന്നത്. നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇടുന്ന വീഡിയോസിനെല്ലാം തന്നെ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്. അങ്ങനെ നല്ല അറ്റൻഷൻ കിട്ടുന്ന ഒരു കുടുംബം. എപ്പോഴും എല്ലാവരും കൂടുതലായിട്ട് ആ കുടുംബത്തെക്കുറിച്ച് പറയാറുള്ളൊരു കാര്യം, അനിയനും ചേട്ടനും തമ്മിൽ നല്ല സ്നേഹമാണ്. ഇങ്ങനെയുള്ളൊരു ചേട്ടനും അനിയനും ഒരു കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട, ആ അച്ഛനും അമ്മയ്ക്കും വേറൊന്നും വേണ്ട, ആ അച്ഛനും അമ്മയും പുണ്യം ചെയ്തവരാണ് എന്നാണ് പറയുന്നത്. ചേട്ടൻ്റെ അനിയൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാഴ്ത്താത്തവരായിട്ട് ആരുമില്ല. കാരണം അത്രയും പോസിറ്റീവാണ് അവരുടെ വീഡിയോസിൽ മുഴുവൻ. അത്രയും സ്നേഹത്തോടു കൂടിയിട്ടാണ് എല്ലാവരും കടന്നു പോകുന്നത്. അങ്ങനെ ഈ മരുമകൾ പ്രഗ്നൻ്റ് ആകുന്നു. അപ്പോഴും വ്യൂസ് കൂടും. പ്രഗ്നൻസി, കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി വ്യൂസ് കിട്ടുന്ന ഒരു ഏർപ്പാടാണ്. പിന്നെ ഇവരുടെ വീഡിയോസിൽ വ്യൂസ് കിട്ടുന്നു. അങ്ങനെ ഇങ്ങനെ കടന്നു പോവുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നു. അതിനിടയ്ക്ക് ഈ മരുമകൾ ഏകദേശം ഡെലിവറി ആകാറായി. ആ സമയത്ത് പെട്ടെന്ന് ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ വരുവാണ്, പ്രത്യക്ഷപ്പെടുവാണ്. ഇവർ തമ്മിൽ പിരിഞ്ഞു. മൂത്ത മകനും മരുമകളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അച്ഛനും അമ്മയും അടിച്ചിറക്കി. ആ ഒരു രീതിയിലാണ് വീഡിയോസ് വരുന്നത്. എന്നിട്ട് കാരണമായിട്ട് പറയുന്നത് അച്ഛനും അമ്മയും അനിയനും കൂടി അടിച്ചിറക്കി, അവർക്ക് ദേഷ്യമാണ്, അവർ പാർഷ്വാലിറ്റി കാണിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത മകൻ വന്നിരുന്ന് എക്സ്പ്ലനേഷൻ തരുന്നു, കാരണങ്ങളൊക്കെ നിരത്തുന്നു. ആ സമയത്ത് ഇളയ മകനായിട്ടുള്ള ആ ചെറുക്കൻ വേറൊരു ചാനൽ തുടങ്ങുന്നു. ആ ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഇളയ മകനും അച്ഛനും അമ്മയും മൂത്ത മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും കുറ്റം പറയുന്നു. പിന്നെ പരസ്പരം കുറ്റം പറച്ചിലാണ്. അപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് വ്യൂവേഴ്സിന് പോലും മനസ്സിലായില്ല. ഇത്രയും നാളും നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് വിള്ളല് വീണേക്കുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടായേക്കുന്നു, അവർ പിരിഞ്ഞേക്കുന്നു. അത് പലർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം കേരളത്തിലെ ഏകദേശം യൂട്യൂബ് വ്യൂവേഴ്സിന്റെ പകുതിയും മുക്കാലും പേരുടെ അറ്റൻഷൻ ഈ ഒരു ഫാമിലിയിലേക്ക് തിരിയുകയാണ്. അത്രയും വ്യൂസ് ഈ 2 ചാനലിലും കിട്ടുന്നു. അനിയൻ ചാനൽ തുടങ്ങിയപ്പോഴേക്കും അനിയൻ്റെ ചാനലിൽ നല്ല വ്യൂസായി, നല്ല സബ്സ്ക്രൈബേഴ്സായി. ആ സമയത്താണ് മരുമകൾ പ്രസവിക്കുന്നത്. അതോടുകൂടി ആയപ്പോഴേക്കും വലിയ രീതിയിലുള്ള അറ്റൻഷൻ കിട്ടി. വലിയ പ്രശ്നങ്ങൾ, വലിയ ബഹളം. പിന്നെ മകൻ വേറൊരു വീടെടുത്ത് താമസിക്കുന്നു. ആകെ മൊത്തത്തിൽ പ്രശ്നം. അവരിനി ഒരിക്കലും ഒരുമിക്കില്ല എന്ന് തോന്നിപ്പോകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ. അച്ഛനെക്കുറിച്ചും അനിയനെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ, പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ പബ്ലിക്കായിട്ട് ഈ മകൻ പറഞ്ഞു. അതേപോലെ മൂത്ത മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഓപ്പോസിറ്റ് അനിയനും അച്ഛനും അമ്മയും. നമ്മളപ്പോൾ എന്താണ് വിചാരിക്കേണ്ടത്? ഇതിൽ എന്തൊക്കെയോ ഒത്തുകളി ഉള്ളതായിട്ട് അന്നേ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തു. ഏകദേശം ഒരു 1.5 മാസത്തോളം ഇവരായിരുന്നു കേരളത്തിലെ ചർച്ചാ വിഷയം. അങ്ങനെ ഈ മരുമകളുടെ അച്ഛൻ മരണപ്പെടുന്നു. അതിനുശേഷം മൂത്ത മകനൊരു കാർ എടുക്കുന്നു, ഫോർച്യൂണർ എടുക്കുന്നു. പിന്നെ നമ്മൾ കണ്ടത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കാറും കൊണ്ട് മൂത്ത മകൻ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ്റെ, അമ്മയുടെ, അനിയൻ്റെ ഒപ്പമുള്ള വീഡിയോ. അതോടുകൂടി ആയപ്പോഴേക്കും പലർക്കും സംശയം വന്നു. ഇത്രയും നാളും ഇവർ ചെയ്തത് സ്ക്രിപ്റ്റ് ആയിരുന്നോ, ഫേക്ക് ആയിരുന്നോ, ഇവർ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു സംശയം നമ്മളുടെ ഉള്ളിൽ തോന്നിപ്പോകും. കാരണം ഫോർച്യൂണർ എടുക്കണമെങ്കിൽ അത്രയും പൈസ വേണം. അപ്പം ഇപ്പം നല്ല വ്യൂസ് കിട്ടിയല്ലോ. ഈ വഴക്കിന് ശേഷം അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടി. ആ വ്യൂസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടല്ലേ ഫോർച്യൂണർ എടുത്തത്, ആ പൈസ കൊണ്ടല്ലേ വീട് വാങ്ങിച്ചത്? അങ്ങനെയുള്ള സംശയം എല്ലാവരുടെയും ഉള്ളിൽ തോന്നും. ഇത്രയും നാളും ഒരു നെഗറ്റീവും ഇല്ലാതിരുന്ന, ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇല്ലാതിരുന്ന ഒരു ഫാമിലിക്ക് നേരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ തുടങ്ങി. സബ്സ്ക്രൈബേഴ്സ് സംശയത്തോടു കൂടിയിട്ട് കാണാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ വന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം.
ഏട്ടാ അനിയ ഏട്ടാ അനിയ പറയൂ. കോപ്പിലെ വണ്ടി ഓടിച്ചോടിച്ച് മടുത്ത് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ? അതിനിപ്പോ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഒരു 40-50 ലക്ഷം. ഓ അത്രേ ഉള്ളൂ. നിൽക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അവനെ ഈ വണ്ടി എടുക്കണം പറഞ്ഞാൽ നമുക്ക് 3 മാസം അടി ഉണ്ടാക്കണ്ടേ? 3 മാസമോ? അത് കുഴപ്പമില്ല, നമുക്ക് എന്നാ തുടങ്ങാം. അച്ഛനോട് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു ഏട്ടാ. അനിയ ഏട്ടാ അനിയ. കണ്ടോ, ഈ വീഡിയോ ചെയ്ത ആളെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇതൊരു ട്രോൾ വീഡിയോ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും ഈ വീഡിയോയിൽ ഞാൻ കണ്ടില്ല. ഒരു ട്രോൾ വീഡിയോ. കാരണം അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തോന്നിപ്പോവും, ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ തോന്നിപ്പോവും. വലിയ വഴക്കുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അതിനിടയ്ക്ക് വീട് വാങ്ങിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, കാറ് വാങ്ങിച്ചതിന് ശേഷം നേരെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു, വഴക്കൊക്കെ സോൾവ് ആകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തോന്നിപ്പോവും. അങ്ങനെ തോന്നിപ്പിക്കാനുള്ള കാരണം ആരാണ്? ഇവർ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ പുറത്ത് വന്നതോട് കൂടിയിട്ട് മൂത്ത മകൻ, ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടല്ലോ. പ്രവീൺ പ്രണവ് ആ ചാനലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ പുറത്ത് വന്നതോട് കൂടിയിട്ട് മൂത്ത മകൻ പ്രവീൺ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു മറുപടി എന്നുള്ള രീതിയിലാണ് പ്രവീൺ ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും, ദ ബിഗ്ഗസ്റ്റ് സ്കാം 2025. അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ 200K അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടൻറ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല. നെഗറ്റീവ് വ്യൂസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മളെല്ലാവരുമായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ പിന്നെ മൃദുല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യൂസ് ഉണ്ട്. അപ്പം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് ആവേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മളെ ജെന്യുവനായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്കും ആദ്യം മുതൽ നമ്മളെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ റീസെൻ്റ്ലി ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. നമ്മൾ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മളിത് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. ഈ ഒരു സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. അപ്പോൾ പ്രവീൺ തരുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടല്ലോ. സത്യത്തിൽ ഈ നെഗറ്റീവ് പറയുന്നവരെ പ്രവീണിനോ പ്രവീണിൻ്റെ കുടുംബത്തിനോ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക. സ്ക്രിപ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, കുടുംബത്തിൽ വഴക്കുണ്ടായി. എല്ലാ കുടുംബത്തിലും വഴക്കും പ്രശ്നവും ബഹളവും ഒക്കെ ഉണ്ടാകും. അത് സാധാരണയാണ്. ഒരു വഴക്കും ഒരു ബഹളവും ഇല്ലാത്ത ഒരു കുടുംബത്തെയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. പ്രത്യേകിച്ച് സിബ്ലിങ്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടലും വഴക്കുകൂടലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും കുടുംബത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രവീൺ ഇവിടെ പറയുന്നു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്, അല്ലാതെ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല, സ്ക്രിപ്റ്റ് കാണിച്ച് അങ്ങനെ വ്യൂസ് നേടേണ്ട കാര്യമൊന്നുമില്ല. അതിനു മുമ്പും പ്രവീണിൻ്റെ ചാനലിൽ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത്രയും നെഗറ്റീവ് വരാൻ കാരണം ഇവർ തന്നെയാണ്. ഇവർ തമ്മിൽ വഴക്കുണ്ടായി, ബഹളം ഉണ്ടായി, ഇവർ തമ്മിൽ മാറി താമസിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി, വഴക്കുണ്ടായി. ചെറിയ രീതിയിൽ എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ പകരം ഇവരെന്താണ് ചെയ്തത്? പരസ്പരം വീഡിയോ ആയിട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കുറ്റപ്പെടുത്തുകയാണ്. അച്ഛനെക്കുറിച്ചും അനിയനെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത, പബ്ലിക്കിന് മുമ്പിൽ തുറന്നു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും പ്രവീൺ വന്നിരുന്ന് തുറന്നു പറഞ്ഞു. അച്ഛൻ അങ്ങനെയാണ്, അച്ഛൻ ഇങ്ങനെയാണ്, അനിയൻ അങ്ങനെയാണ്, വഷളാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞത്, എന്തൊക്കെ കുറവുകളാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നിരുന്ന വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ അപ്പോൾ പറയാൻ പാടില്ലായിരുന്നു. ഇനിയും ഒന്നിക്കേണ്ടവരാണ്. വഴക്കുകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കി ചെറിയ രീതിയിൽ എന്താണ് കാര്യം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു. പ്രവീൺ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യൂവേഴ്സിനോട് പറയണം. ഉറപ്പായിട്ട് ഇവർ പിരിഞ്ഞ് താമസിക്കുമ്പോൾ വ്യൂവേഴ്സ് ചോദിക്കും എന്ത് പറ്റി, പ്രശ്നമുണ്ടോ? അപ്പോൾ കാര്യം വന്ന് നോർമലായിട്ട് തുറന്നു പറയാം, ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാക്കി, അച്ഛനും അനിയനും തമ്മിൽ വഴക്കുണ്ടായി, ഇച്ചിരി പ്രശ്നമാണ്, അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അത്രയും മതിയല്ലോ. ഇത് തല്ലി വഴക്കിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സ്വന്തം ഫാമിലിയെ സ്വയം വലിച്ചു കീറിയിട്ട് ഇപ്പോൾ വന്ന് നെഗറ്റീവ് പറയുന്നവരോട് നെഗറ്റീവ് പറയരുത് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെയാണ് അതിന് അവസരം ഒരുക്കി കൊടുത്തത്. സത്യമല്ലേ? ഈ കാണുന്ന വ്യൂവേഴ്സ് പറ, ഇവർ തന്നെയല്ലേ ഇവരെ നെഗറ്റീവ് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്? ആന്നു. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് തോന്നും ഇവർ മനഃപൂർവ്വം സ്ക്രിപ്റ്റ് ആക്കിയിട്ട് വീട്ടുകാരെയും ഒക്കെ വലിച്ചിട്ട് പല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ അഭിനയിച്ചിട്ട് വ്യൂസ് നേടിയതാണെന്നേ കാണുന്ന ആൾക്കാർക്ക് തോന്നത്തുള്ളൂ. അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മുടെ പൊതുജനം, അങ്ങനെയാണ്. ആദ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ചെറിയൊരു രീതിയിലുള്ള മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നേരെ തിരിയും.
നെഗറ്റീവ് റെസ്പോൺസിലേക്ക് മാറും. അത് അങ്ങനെ വരത്തുള്ളൂ. സത്യത്തിൽ ഇനിയും അങ്ങനത്തെ നെഗറ്റീവ് ഒന്നും ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ, ഇവരിത് സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ അപാര അഭിനയം. സത്യം, എനിക്ക് സ്ക്രിപ്റ്റഡ് ആണെന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇടയ്ക്ക് തോന്നിയിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ആർക്കും തോന്നിപ്പോവും. ഇവരുടെ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ ആർക്കും തോന്നിപ്പോവും ഇവരുടെ സ്ക്രിപ്റ്റാണ്, ഇവർ വഴക്കിട്ടതല്ല എന്ന് തോന്നിപ്പോവും. പക്ഷേ അവർ വഴക്കിട്ടതാണെന്നുണ്ടെങ്കിൽ തന്നെയും വലിയ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഫാമിലിയെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഴി ചാരിയിട്ട് നെഗറ്റീവ് പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നെഗറ്റീവ് പറയും. ഇനിയും കുറേ നാളുകൾ ഈ ഒരു നെഗറ്റീവ് ഇവരെ വേട്ടയാടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ, അങ്ങനെയാണ്.